എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19 അധ്യായം 23 വാക്യം. യോഹന്നാൻ 19:23. പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം എടുത്തു, ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നൽ ഇല്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിനെ ക്രൂശിക്കുന്നതിനുള്ള ചുമതല ഉണ്ടായിരുന്ന 4 റോമൻ പടയാളികൾക്ക് അവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൃക്സാക്ഷികളാകാൻ കഴിഞ്ഞു. ക്രൂരവും വിരസതയാർന്നതുമായ ക്രൂശീകരണ നടപടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ക്രൂശിക്കപ്പെടുന്ന ആളിൻ്റെ സ്വകാര്യ സ്വത്തുക്കൾ അവർക്ക് എടുക്കാമെന്ന ഒരു ലാഭം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. സാധാരണ ഒരു യഹൂദനുണ്ടായിരുന്നത് 5 തരം വസ്ത്രങ്ങളാണ്: ചെരുപ്പ്, തലയിൽക്കെട്ട്, അരക്കച്ച, ഉടുപ്പ്, മേൽവസ്ത്രം. ഇവയായിരുന്നു അത്. യേശുവിനെ ക്രൂശിക്കുന്നതിന് ഉത്തരവാദികളായിരിക്കുന്നവർക്കും യേശുവിൻ്റെ 5 വിധത്തിലുള്ള വസ്ത്രങ്ങൾ ലഭിച്ചു. 4 പേർക്ക് 5 വസ്ത്രങ്ങൾ. സ്വാഭാവികമായും 5-ാമത്തേതായിരുന്ന മേൽവസ്ത്രം പങ്കുവെക്കപ്പെടണം എന്നതായിരുന്നു. എന്നാൽ അത് കൂട്ടിത്തയ്യലുകൾ കൂടാതെ ഒറ്റ തുണിയിൽ ഉണ്ടാക്കപ്പെട്ടതും അതിമനോഹരവും ആയിരുന്നതിനാൽ പങ്കുവയ്ക്കുന്നതിലൂടെ അത് പ്രയോജനരഹിതം ആകാതെ ഇരിക്കുന്നതിന് അതിനുവേണ്ടി ചീട്ടിടാൻ അവർ തീരുമാനിച്ചു. ക്രൂശിൻ്റെ ചുവട്ടിൽ മേലങ്കിക്കായി ചീട്ടിട്ടത് നമ്മുടെ മനസ്സിൽ ഉണർത്തുന്ന ചില ചിന്തകളുണ്ടാവും. അതിലൊന്ന്, യേശുവിൻ്റെ രക്ഷാകരമായ പീഡാനുഭവങ്ങളുള്ള ലോകത്തിൻ്റെ നിർവിചാരകതയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. യേശു എന്തിനാണ് ഈ കഷ്ടതകൾ സഹിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ക്രൂശിൻ്റെ ചുവട്ടിൽ അവരുടെ വ്യക്തിപരമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചിന്തിച്ചത്. ഇന്നും യേശുവിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ലോകഘടനകൾ യേശു ശരീരമായ സഭയുടെ രക്ഷാകര ഉൾച്ചേരലുകളെ തങ്ങളുടെ ലാഭത്തിൻ്റെ മാർഗങ്ങളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2, ക്രൂശീകരണ നടപടികളുടെ ദൈവശാസ്ത്രപരമായ ഒരു സാങ്കത്യമാണ് യോഹന്നാൻ വരച്ച് കാണിക്കുന്നത്. 22-ാം സങ്കീർത്തനത്തിൻ്റെ പ്രവചന പൂർത്തീകരണമാണ് അതിൽ കണ്ടെത്തുന്നത്. യേശുവിൻ്റെ ക്രൂശീകരണം സംബന്ധിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങൾ 22-ാം സങ്കീർത്തനത്തിൽ ഉണ്ട്. അത് ആദിമസഭ കണ്ടെത്തി. ഈ സങ്കീർത്തനം ഉദ്ധരിക്കുന്നതിലൂടെ സംഭവിച്ചതെല്ലാം ദൈവിക ഉദ്ദേശപ്രകാരവും പദ്ധതി പ്രകാരവും സംഭവിച്ചതാണെന്നും മനുഷ്യന്റെ ആസൂത്രണമല്ല അവയ്ക്ക് കാരണമെന്നും സഭ ഉച്ചൈസ്തരം ഘോഷിക്കുന്നു. 3, ചീട്ടിട്ട മേലങ്കി സ്വന്തമാക്കിയ പട്ടാളക്കാരൻ താനാണ് ഭാഗ്യവാൻ എന്ന് കരുതിയിട്ടുണ്ടാവാം. വലിയ വിശ്വാസത്തോടെ ആ മേലങ്കിയിലാണല്ലോ രക്തസ്രാവക്കാരി സ്പർശിച്ച് സൗഖ്യം പ്രാപിച്ചത്. യേശുവിൻ്റെ സഹനങ്ങളെ കേന്ദ്രീകരിച്ച് മേലങ്കി എന്ന പേരിൽ നോവൽ എഴുതിയ ഡഗ്ലസ് സി ലോയിഡ് എന്ന തൂലികക്കാരൻ ഈ അനുഗ്രഹീത മേലങ്കി സ്വന്തമാക്കിയ പട്ടാളക്കാരൻ പരിഹാസഭാവത്തോടെ അതിനെ എടുത്തണിഞ്ഞപ്പോൾ മനസ്ഥിരത നഷ്ടപ്പെട്ടതും തുടർന്ന് വിശ്വാസത്തോടെ അത് സ്പർശിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ മഹാപുരോഹിതന്മാർ ധരിക്കുന്ന അതേ മേലങ്കിയാണ് യേശുവും ധരിച്ചിരുന്നത് എന്ന് വില്യം ബാർക്ലേ രേഖപ്പെടുത്തുന്നു. രണ്ടിനും ഉപയോഗിച്ചിരിക്കുന്ന പദം ഒന്നു തന്നെയാണ്.
മനുഷ്യനും ദൈവവും തമ്മിൽ അനുരഞ്ജനമുണ്ടാക്കുന്ന യഥാർത്ഥ മഹാപുരോഹിതൻ യേശുവാണ്. ദൈവസന്നിധിയിലേക്ക് മനുഷ്യർക്ക് പുതുവഴി തുറന്നത് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താലാണ്. ഈ ഭാഗം നമ്മളോട് പറയുന്നു, യേശുവിന്റെ തിരുശരീരം ക്രൂശിൽ വേദനപ്പെടുമ്പോൾ നിസ്സംഗരായ ലോകമനുഷ്യർ തങ്ങളുടെ ലൗകിക സന്തോഷങ്ങളിൽ അഭിരമിച്ചതുപോലെ ഇന്നും തിരുശരീരമായ സഭ ലോകത്തിന്റെ വിമോചനത്തിനായി സഹനങ്ങൾ സഹിക്കുമ്പോൾ പരിഹാസികൾ നിന്ദിക്കുന്നു. ഈ പരിഹാസങ്ങൾക്കപ്പുറം യേശുവിന്റെ രക്ഷാകര ദൗത്യം അനുഭവവേദ്യമായിക്കൊണ്ടേയിരിക്കുന്നതിനാൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുക. യേശുവിന്റെ മേലങ്കി യഥാർത്ഥ മഹാപുരോഹിതൻ്റെതാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മെ ഭരിക്കണം. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ അനുരഞ്ജനമുണ്ടാക്കുന്ന മഹാപുരോഹിത ദൗത്യം യഥാർത്ഥത്തിൽ യേശുവാണ് നിറവേറ്റിയത്. അവിടുത്തെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടാൻ നമുക്ക് ഭക്തി ആദരവുകളോടെ യേശുവിനെ സമീപിക്കാൻ സാധിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവത്തിന്റെ ഹിതമല്ലാതെ മനുഷ്യരുടെ ആസൂത്രങ്ങളൊന്നും തന്നെ മനുഷ്യജീവന്റെ മേൽ പ്രഭാവം നടത്തുകയില്ല എന്ന ഉറപ്പ് തന്ന ദൈവമേ, അങ്ങിൽ ശരണപ്പെട്ട് നിന്നെ മാത്രം ആരാധിച്ച് നിന്റെ മക്കളും അവകാശികളുമായി തുടർന്ന് ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും നന്മയുടെയും പുതുവർഷം കർത്താവ് നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക അനുഗ്രഹവും കൃപയും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.